നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ആചാരാനുഷ്ഠാനങ്ങൾ ചെറുതായാലും വലുതായാലും ആരാധനയിൽ ഭഗവാൻ ഗണപതിക്ക് പ്രഥമ സ്ഥാനമാണ് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത്. ഗണപതിയെ പൂജിച്ച് തൃപ്തനാക്കിയതിന് ശേഷമേ മറ്റു പൂജാതി കർമ്മങ്ങളിലേക്ക് കടക്കൂ. ഗണപതി പൂജ ചെയ്യാത്ത മംഗളകർമ്മങ്ങളൊന്നും ഭാരതീയർക്കില്ല. ഗണപതി വിഘ്നകാരകനും വിഘ്നനിവർത്തകനുമാണ്. പുരാണരചനയിൽ വ്യാസമഹർഷിക്ക് നേരിട്ട ബുദ്ധിമാന്യം മാറിക്കിട്ടിയത് ഗണപതി ഉപാസനയിലൂടെയാണെന്ന് പുരാണങ്ങൾ പറയുന്നു. പ്രണവസ്വരൂപനായ ഗണപതി ശ്രീ പരമേശ്വരൻ്റെ ആകാശ അംശമാണ്. പ്രണവത്തിൻ്റെ ആന്തരികത്വത്തെ രൂപഭാവങ്ങളിലൂടെ പ്രതിനിധീകരിക്കുന്നതാണ് ഗണപതിയുടെ സ്വരൂപം. പൂർണ്ണ പരബ്രഹ്മ സങ്കല്പമായിട്ടാണ് ഗണപതി സ്വരൂപത്തെ നമ്മുടെ ഋഷിമാർ സങ്കല്പിച്ചിട്ടുള്ളത്. താന്ത്രിക ഉപാസനയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന ഉപാസനയാണ് ഗണപതി. ഭൗതിക ഭോഗവും മോക്ഷവും നൽകുന്ന ദേവതയാണ്. പഞ്ചഭൂതത്തിൻ്റെയും നാഥനാണ്. വിഘ്നങ്ങളെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് ജീവിതത്തിന് വികാസവും ശക്തിയും കൈവരുന്നത്. ഈ കരുത്ത് സിദ്ധിക്കുന്നത് ആന്തരിക ശക്തിയിൽ നിന്നാണ്. ഈ ആന്തരിക സത്തയുടെ രൂപാന്തരമാണ് ഗണേശൻ. യോഗശാസ്ത്രപ്രകാരം നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയുള്ള അടിസ്ഥാന ശക്തി കേന്ദ്രമായ മൂലാധാരത്തിൻ്റെ അധിദേവത. സെപ്റ്റംബർ 7-നാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി എന്ന് സജ്ജനങ്ങളായ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് അമൃതധാരയായി നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നു ഗുരുവചനം. ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുക. ഒരു മുറിവുണ്ടായാൽ അതിലെ അഴുക്ക് കഴുകിക്കളഞ്ഞിട്ട് മാത്രമേ മരുന്ന് വയ്ക്കാറുള്ളൂ, അല്ലെങ്കിൽ ഉണങ്ങുകയില്ല. അതുപോലെ ഭക്തി കൊണ്ട് അഹങ്കാരത്തെ കഴുകിക്കളഞ്ഞിട്ട് അവിടെ ജ്ഞാനത്തെ പ്രതിഷ്ഠിക്കണം. എന്നാലേ വികാസമുണ്ടാകൂ. മാതാ അമൃതാനന്ദമയി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ആലപിക്കുന്നു ശ്രീ കാവാലം ശ്രീകുമാർ. करस्थे हेमाद्रौ गिरिशनिकडस्थे धनपदौ गृहस्थे स्वर्भुजामरसुरभिचिन्तामणिगणे शिरस्थे शीतांशौ चरणयुगलस्थेऽखिलशुभे कमर्थं दास्येऽहं भवतु भवदर्थं मम मनः. തുടർന്ന് ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ 26-ാം ശ്ലോകം ഒരു പരാഭക്തന്റെ വ്യാകുലതയെയും ഈശ്വരദർശന ആകാംക്ഷയെയും വെളിവാക്കുന്നു. കൈലാസനാഥ,
എപ്പോഴാണ് മനോഹരമായ നിന്റെ കാലിണകൾ 2 കൈകൊണ്ടും പിടിച്ച് എൻ്റെ ശിരസിലും കണ്ണുകളിലും നെഞ്ചിലും ചേർത്ത് പിടിക്കുന്നത്? മനോഹരങ്ങളായ താമരപ്പൂക്കളുടെ ഗന്ധത്തിനു തുല്യമായ ആ സുഗന്ധത്തെ അറിഞ്ഞ് എപ്പോഴാണ് ഞാൻ ആനന്ദിക്കുന്നത്? ബ്രഹ്മാദി ദേവതകൾക്ക് പോലും പ്രാപ്യമല്ലാത്ത ആ ആനന്ദത്തെ എന്ന് ഞാൻ അനുഭവിക്കും? പരാഭക്തന്റെ ആകാംക്ഷ വിവരിക്കുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ കേൾക്കാം. ശാങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 26-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പരാഭക്തൻ്റെ വ്യാകുലതയെയും ഈശ്വര ദർശനാകാംക്ഷയെയും ഒരുപോലെ വെളിവാക്കുന്നൊരു ശ്ലോകമാണ്. അല്ലയോ ഗിരിയിൽ ശയനം ചെയ്യുന്നവനെ, ഗിരി പർവ്വതമാണ്, ഹിമാലയ പർവ്വതം. ഹിമാലയത്തിൽ ഉത്തുംഗമായ കൈലാസത്തിൽ ശയനം ചെയ്യുന്നവൻ ഗിരിശൻ. ഹേ ഗിരിശ, കഥാ ത്വാം ദൃഷ്ടുവാ, എപ്പോഴാണ് നിന്നെ കണ്ടിട്ട് നിൻ്റെ ഭവ്യങ്ങളായ മനോഹരങ്ങളായ അനുഗ്രഹപ്രദങ്ങളായ അംഘ്രിയുഗളങ്ങളെ കാലിണകളെ ഗൃഹീത്വാ, പിടിച്ചിട്ട്. എങ്ങനെ പിടിച്ചിട്ട്? ഹസ്താഭ്യാം, 2 കൈകളെ കൊണ്ടും പിടിച്ചിട്ട്. ശിരസി നയനേ വക്ഷസി ച വഹൻ, എൻ്റെ ശിരസിലും തലയിലും നയനത്തിലും കണ്ണിലും വക്ഷസിലും നെഞ്ചിലുമൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ആ തൃക്കാലുകളെ, ആ 2 കാലുകളെയും ആലിംഗനം ചെയ്തും സമാശ്ലിഷ്യ സ്ഫുട ജലജ ഗന്ധാൻ പരിമളാൻ ആഘ്രായ, മനോഹരങ്ങളായ താമരപ്പൂക്കളുടെ മൃദുവായ ഭവ്യമായ പരിമളങ്ങളെ മണത്തും, സുഗന്ധത്തെ മണത്തും. മുദം കഥാവ അഹം അനുഭവിഷ്യാമി, എപ്പം ഞാൻ ആനന്ദത്തെ അനുഭവിക്കുന്ന ചോദിക്കുന്നത്. ഇപ്പം ഭഗവാനെ കണ്ടും അവിടുത്തെ കാലുകളെ കെട്ടിപ്പിടിച്ചും ആ കാലുകളെ ശിരസിലും കണ്ണിലും നെഞ്ചിലുമൊക്കെ ചേർത്ത് താലോലിച്ചും അവിടുത്തെ സുഗന്ധത്തെ, താമരപ്പൂവിൻ്റെ ഗന്ധത്തിന് സദൃശമായ ഗന്ധത്തോടു കൂടിയ ആ സുഗന്ധഭാവത്തെ മണത്തും. ആ ആനന്ദത്തെ വിശേഷിപ്പിക്കുകയാണ് ബ്രഹ്മാദ്യൈഹി അലഭ്യാം, ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും അലഭ്യമായ, ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത ഒരാനന്ദമാണത്. ആ ആനന്ദത്തെ എപ്പോൾ ഞാൻ അനുഭവിക്കും എൻ്റെ ഹൃദയത്തിൽ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ഒരു പരാഭക്തൻ്റെ ആകാംക്ഷയെ നമുക്ക് കാണാം. ആകാംക്ഷ എന്ന് പറയുന്നത് ഭഗവത് ദർശനത്തിനായിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഈശ്വര അനുഭവത്തിനായിക്കൊണ്ടുള്ള ആകാംക്ഷയാണ്, അതിനായിക്കൊണ്ടുള്ള വ്യാകുലതയാണ്. ഈ രണ്ടും നമുക്ക് ഈ ശ്ലോകത്തിൽ സ്പഷ്ടമായി കാണാം. തുടർന്ന് കരസ്ഥേ ഹേമാദ്രൗ ഗിരിശനികടസ്ഥേ ധനപതൗ ഗൃഹസ്ഥേ സ്വർഭൂജാമരസുരഭിചിന്താമണിഗണേ ശിരസ്ഥേ ശീതാംശൗ ചരണയുഗളസ്ഥേഖിലശുഭേ കമർത്ഥം ദാസ്യേഹം ഭവതു ഭവദർത്ഥം മമ മനഃ. ഭവദർത്ഥം മമ മനഃ ഭവതു, ഭവാനായിക്കൊണ്ട് എൻ്റെ മനസ്സ് തീരട്ടെ. താത്പര്യം ഭവാനായിക്കൊണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ മനസ്സിനെ പൂർണ്ണമായും നിന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇതാണ് പറയുന്നത്. എന്തുകൊണ്ട്? കരസ്ഥേ ഹേമാദ്രവും, കരസ്ഥിതമാണ് ഹേമാദ്രി. ഹിമാലയത്തിലെ സൗവർണമായിരിക്കുന്ന പർവ്വതം
സുവർണമയമായിരിക്കുന്ന പർവ്വതം, അതാണ് ഹേമാദ്രി. അത് നിൻ്റെ കരസ്ഥിലാണുള്ളത്, കരസ്ഥമാണ്, കയ്യിലാണുള്ളത്. ഹേ ഗിരീശ, അല്ലയോ ഗിരിയിൽ പർവ്വതത്തിൽ ശയനം ചെയ്യുന്നവനെ, ഹിമാലയത്തിൽ നിവസിക്കുന്നവനെ പരമശിവ, നികടസ്ഥേ ധനപദൗ, നികടസ്ഥനാണ് ധനപതി, സകല ധനങ്ങൾക്കും പതിയായവൻ കുബേരൻ. കുബേരൻ നിൻ്റെ സമീപസ്ഥനാണ്. സ്വർണപർവ്വതം നിൻ്റെ കയ്യിലാണ്. പിന്നെയോ ഗൃഹസ്ഥേ സ്വർഭൂജാമരസുരഭിചിന്താമണിഗണേ, ഗൃഹസ്ഥേ നിൻ്റെ ഗൃഹത്തിൽ സ്ഥിതി കൊള്ളുന്നതാണ് സ്വർഭൂജം എന്ന് പറഞ്ഞാൽ സ്വർഗമാകുന്ന ഭൂമിയിൽ ജനിക്കുന്നത് കൽപ്പവൃക്ഷം. അമരസുരഭി, സകല കാമങ്ങളെയും നൽകുന്ന കാമധേനു. ചിന്താമണി, ആഗ്രഹിച്ചതെല്ലാം നൽകുന്ന ചിന്താമണി. ഇതെല്ലാം നിൻ്റെ പക്കലാണ്, നിൻ്റെ ഗൃഹത്തിലാണ്. പോരെങ്കിൽ ചന്ദ്രനും, എല്ലാ ശുഭത്തെയും പ്രദാനം ചെയ്യുന്ന എല്ലാം നിൻ്റെ പക്കലാണ്. ഇനി നിനക്കൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് തരും നിനക്ക്? ഈ ചിന്തയാണ് എൻ്റെ മനസ്സ് നിനക്കിരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. ഈ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. ഇനി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ഒരു വിഗ്രഹമാകുന്ന ഉപാധിയിലേക്ക് ഈശ്വരനെ എങ്ങനെ സമ്മേളിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ എങ്ങനെ സംയോജിപ്പിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ സമ്മേളിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഈശ്വരീയ ശക്തിയെ, ഒരു വിഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഈശ്വരീയ ശക്തിയെ എങ്ങനെ അവിടെ നിലനിർത്തുന്നു എന്നുള്ളത് കൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാസ്തുഘടന കൂടിയാണ്. വളരെ കൃത്യമായി നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും പുറത്ത് ഒരു പുറം മതിൽ, അതിനൊരു ഗോപുരമുണ്ടാകും. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു മതിൽക്കകം, അതിനൊരു വലിവട്ടമുണ്ടാകും. അതിനപ്പുറത്തൊരു നാലമ്പലം എന്ന് പറയുന്ന ഘടന, അകത്തെ വലിവട്ടം. അതും കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ശ്രീകോവിൽ നമുക്ക് കാണാം. ശ്രീകോവിലിനകത്തൊരു ഇടനാഴി ഉണ്ടാവും. ഇടനാഴിക്കകത്ത് ഗർഭഗൃഹം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് പീഠത്തിൽ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ വിഗ്രഹത്തിലേക്കാണ് വളരെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ശക്തിയെ, ഈശ്വരീയ ശക്തിയെ നമ്മൾ സമ്മേളിപ്പിച്ചിരിക്കുന്നത്. ഈ ഈശ്വരീയ ശക്തിയെയാണ് നമ്മൾ ഒരു ഊർജ്ജപ്രവാഹം കണക്കെ അവിടെ സംഭരിച്ചു വച്ചിട്ടുള്ളത്. ഈ സംഭരിച്ചു വച്ചിരിക്കുന്ന ഈശ്വര പ്രവാഹത്തെ കൃത്യമായി അവിടെ നിലനിർത്തുന്നതിന് വേണ്ടുന്ന സംവിധാനങ്ങളാണ് പിന്നീടുള്ള നിത്യ ആരാധനാക്രമങ്ങളും അതുപോലുള്ള അതിൻ്റെ വൈശേഷികമായിട്ടുള്ള ഓരോ ക്രമങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാസ്തുഘടനയ്ക്കും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഗർഭഗൃഹവും. ഗർഭഗൃഹത്തിന് ചുറ്റിലുള്ള അന്തരാളം അഥവാ ഇടനാഴിയും, അതിനു പുറത്തുള്ള പുറത്തെ ചുമരും, ശ്രീകോവിലിൻ്റെ പുറംചുമരും, അതും കഴിഞ്ഞ് ആ അകത്തെ വലിവട്ടവും, അതിനും അപ്പുറത്തുള്ള നാലമ്പലവും, അതും കഴിഞ്ഞുള്ള പുറത്തെ വലിവട്ടവും, ഏറ്റവും ഒടുക്കം വരുന്ന പുറം മതിലുമൊക്കെ ഈ ഇത്തരത്തിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള ഊർജ്ജപ്രവാഹത്തെ അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ ഒരു സംഭരണശാലയിൽ നിന്ന്, അങ്ങനെ സംഭരണശാലയായിട്ടുള്ള വിഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് ബഹിർഗമിച്ചു പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന, അതവിടെ തന്നെ സംഭരിച്ച് സ്റ്റോർ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രഘടന, ഇതിൻ്റെ വാസ്തുഘടനയെപ്പോലും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്ര സംവിധാനത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിലൊന്നാണ്. ഇത്തരത്തിൽ ഘടന ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിനെ
നിത്യനിദാനത്തിലൂടെ, നിത്യപൂജകളിലൂടെ, നൈമിത്തികമായിട്ടുള്ള ആചരണങ്ങളിലൂടെ ഈ ക്ഷേത്ര സംവിധാനത്തെ എന്നും കാലാതിവർത്തിയായി ഇത് നിലനിർത്തേണ്ടതുണ്ട്. ഈ ഈശ്വരപ്രവാഹത്തെ അല്ലെങ്കിൽ ഈ ഊർജ്ജപ്രവാഹത്തെ നിരന്തരമായി പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിത്യ ആരാധനാക്രമങ്ങൾക്കും നിത്യനൈമിത്തികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആചാര പദ്ധതികൾക്കും ക്ഷേത്രത്തിൻ്റെ വാസ്തുഘടനയ്ക്കും ഒപ്പം അതോടൊപ്പം തന്നെ അവിടെ എത്തിച്ചേരുന്ന ഭക്തരുടെ ഈ ക്ഷേത്രത്തിൽ പെരുമാറുന്ന ജീവനക്കാരുടെ ഒക്കെ ശ്രദ്ധ, ഭക്തി, പവിത്രത, ഈ 3 കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പൗരാണികമായ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ഭദ്രകാളി പൂജയുടെ അനന്തമായ ആത്മീയ അനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമാണ് ചിറയിൻകീഴ് ശ്രീ ശാർക്കര ഭദ്രകാളി ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷനടുത്തായി വിശാലമായ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ശാർക്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഈ ദേശത്തിൻ്റെ കലയുടെയും സംസ്കാരത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. കലയുടെ കേദാരഭൂമിയായ ചിറയിൻകീഴിലെ മണ്ണിലെ മനുഷ്യരെ ജാതിമത ചിന്തകൾക്കപ്പുറം നിത്യവും വിശുദ്ധവുമായ ആത്മസ്വരൂപങ്ങളായ മനുഷ്യരാണ് തങ്ങളെന്ന് തിരിച്ചറിയിപ്പിച്ചത് തലമുറകളായി മാതൃകാപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ശ്രീ ശാർക്കര ഭദ്രകാളി ക്ഷേത്രം തന്നെയാണ്. ഈ ഭൂമിയിലെ കാളി നാടകങ്ങൾ അരങ്ങേറുമ്പോൾ അണിയറയിൽ സർവ്വമതങ്ങളും ഒരുമിച്ച് കൈകോർത്ത് ദേവീ ചൈതന്യം അടുത്തറിഞ്ഞ് ആത്മവിശുദ്ധി നേടുന്നു. തിരുവിതാംകൂറിൻ്റെ മണ്ണിലെ കാളിയൂട്ടുത്സവങ്ങളുടെ ചരിത്രപ്പെരുമയാൽ പ്രസിദ്ധമായ ശാർക്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ചരിത്രകഥ വില്ലുമംഗലം സ്വാമിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒരിക്കൽ വില്ലുമംഗലം സ്വാമി വിഷ്ണു പ്രീതിക്കും ഭദ്രകാളി പ്രീതിക്കുമായി ഒരു യാഗം നടത്തി. വിഷ്ണുവിൻ്റെയും ഭദ്രകാളിയുടെയും സാന്നിധ്യമില്ലാത്തതിനാൽ യാഗം തടസ്സപ്പെട്ടു. ദേവിയെയും ദേവനെയും അന്വേഷിക്കാനായി വില്ലുമംഗലം യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ ഒരു കടമ്പ് വൃക്ഷത്തിനു മുകളിലായി വിഷ്ണു ഭഗവാനെ കാണുന്ന വില്ലുമംഗലം കുട്ടിയുടെ രൂപത്തിൽ താഴെ നിൽക്കുന്ന ഭദ്രകാളിയെയും കാണുന്നു. വില്ലുമംഗലത്തിന്റെ സാന്നിധ്യം അറിഞ്ഞ ദേവി ഉടൻ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷയാവുകയും ചെയ്തു. വില്ലുമംഗലം ദേവിയെ കണ്ടെത്തുവാനുള്ള യാത്ര തുടരവേ ഒടുവിൽ ശാർക്കര പരിസരമായ ചക്കയമ്മത്ത് വെച്ച് ദേവിയെ വീണ്ടും കാണാനിടയായി. അവിടെ മണൽപ്പരപ്പിൽ പുലയക്കുട്ടികളോടൊപ്പം ദേവി ആർത്തുല്ലസിക്കുന്ന കാഴ്ചയാണ് വില്ലുമംഗലം കണ്ടത്. ആ കാലഘട്ടത്തിൽ ധാരാളം വ്യാപാരികൾ ആലങ്ങാട്ട് നിന്നും പരവൂരിൽ നിന്നും ആ വഴി സഞ്ചരിക്കുമായിരുന്നു. വ്യാപാരികൾ തലയിലേന്തിയ വലിയ ശർക്കര ഭരണികൾ ഇറക്കി വെച്ച് വിശ്രമിക്കുന്ന സമയമായിരുന്നു അപ്പോൾ. വില്ലുമംഗലത്തിനെ കണ്ട ദേവി വീണ്ടും അപ്രത്യക്ഷയായി. ഒടുവിൽ നിരനിരയായിരിക്കുന്ന വലിയ ശർക്കര ഭരണികളിൽ ഒന്നിൽ ദേവിയുടെ സാന്നിധ്യം മനസ്സിലായ വില്ലുമംഗലം അതൊരു പുണ്യസങ്കേതമാണെന്ന് കൽപ്പിക്കുന്നു. പിൽക്കാലത്ത് അവിടെ ക്ഷേത്രം പണിയുകയും വാൽക്കണ്ണാടി രൂപത്തിലുള്ള ശിലാവിഗ്രഹത്തിൽ ദേവീ ചൈതന്യം ശ്രീഭദ്രയായും ദുർഗാദേവിയായും ഭക്തജനങ്ങളിൽ അനുഗ്രഹം ചൊരിഞ്ഞു പോരുകയും ചെയ്യുന്നു. ഭരണിയിലൊളിച്ച ദേവിക്ക് ഭക്തജനങ്ങൾ ജന്മനാളായി സങ്കല്പിച്ച് ആഘോഷിക്കുന്നതും
ഭരണി നാൾ തന്നെയാണ്. నిన్ను భజించనిజ భక్తులను బ్రోచే పంకజ നാഗരിക സംസ്കാരങ്ങളിൽ നിന്നും മാറി ഗ്രാമീണ സംസ്കാരങ്ങളിലാണ് എന്നും കാളീദേവി നിറഞ്ഞു നിൽക്കുന്നതും കാളീ പൂജയുമായി ബന്ധപ്പെട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നതും. കടും നിറങ്ങളിൽ കളമെഴുതിയും പാടിയും തെയ്യക്കോലങ്ങൾ കെട്ടി ആടിയും തോറ്റം പാട്ടുകളുടെ താളത്തിൽ കാളീചരിതങ്ങൾ പറഞ്ഞും അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ദ്രാവിഡ സംസ്കൃതി നിറഞ്ഞു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് കാളീക്ഷേത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശ്രീ ശാർക്കര ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാചീന കാലം തൊട്ട് നിലനിൽക്കുന്ന ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും ഇവിടെ ദേവിയുടെ ഏറ്റവും വലിയ മഹോത്സവം കാളിയൂട്ട് മഹോത്സവം തന്നെയാണ്. ശാർക്കര കാളിയൂട്ടിൻ്റെ ചരിത്രം തുടങ്ങുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൽ നിന്നാണ്. ശാർക്കര കാളീഭക്തനായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാനുള്ള പുറപ്പാടിലായിരുന്നു. കായംകുളം രാജാവിൻ്റെ സൈനിക ബലത്തിൽ അസ്വസ്ഥനായ മാർത്താണ്ഡവർമ്മ തനിക്ക് യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ ശാർക്കര കാളിയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദേവിക്ക് മുന്നിൽ കാളിയൂട്ട് ചടങ്ങുകൾ നേർച്ചയായി സമർപ്പിക്കാമെന്ന പ്രാർത്ഥനയിൽ പോകുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ദേവിയോടുള്ള ഭക്തിയാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ക്ഷേത്രത്തിൽ കാളിയൂട്ട് എന്ന ചടങ്ങ് തുടങ്ങിവെച്ചത്. പിന്നീടുള്ള തലമുറകൾ അത് ഏറ്റെടുത്ത് ഇന്നും വ്രതം നോറ്റ് പ്രദേശത്തെ സർവ്വമതസ്ഥരും ഒരേ ആത്മതാളത്തിൽ 9 ദിവസത്തെ ആചാരാനുഷ്ഠാനങ്ങളോടെ കാളിയൂട്ട് മഹോത്സവം നടത്തിവരികയും ചെയ്യുന്നു. സുമനസവന്ദിത സുന്ദരി മാധവി ചന്ദ്രസഹോ വാൽക്കണ്ണാടി രൂപത്തിലുള്ള ശാർക്കര ഭദ്രകാളി പ്രതിഷ്ഠയിലേക്ക് നോക്കുമ്പോൾ മായക്കണ്ണാടിയിലെന്ന പോലെ ദേവിയുടെ ഒരു പകുതി മുഖം ശാന്തരൂപിണിയായ ദുർഗയാണ്, മറുപകുതിയിൽ രൗദ്രഭാവമുള്ള കാളി. മഞ്ജുളഭാഷിണി വേദനുദേ ദുർഗ വാത്സല്യാമൃതത്താൽ ഭക്തമനസ്സുകളെ ധന്യമാക്കുമ്പോൾ കാളി 1000 കൈകൾ ചൂണ്ടി ഉള്ളിലെ അഹങ്കാരത്തെ ഭസ്മീകരിച്ച് നന്മയുടെ ലോകങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. ജയ ജയ ഹേ മധുസൂദനകാമിനി. പൂജാനേരങ്ങളിൽ ചിലപ്പോഴൊക്കെ ദേവിയുടെ മുക്കുത്തിക്കല്ലിന് പച്ച നിറം, ചിലപ്പോൾ ചുവപ്പ് നിറം. ഇവിടെ ദേവി ദുർഗയും കാളിയുമായി മാറുന്നു. ലക്ഷ്മി സദാ പാലയ മാം. ദേവിയുടെ മുഖത്ത് മിന്നി മിന്നി മറയുന്ന മായാരൂപങ്ങൾ കേവലം മനുഷ്യജന്മങ്ങളായ നമുക്കൊക്കെ എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക? പാലയ മാം. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏതോ ഒരു ആനന്ദം ഉള്ളിൽ നിറയുമ്പോൾ അമ്മേ ദേവി, ഞാൻ തിരിച്ചറിയുന്നു ലോകത്തിലെ ഏറ്റവും സ്വസ്ഥമായ ഇടം നിന്റെ തിരുസന്നിധി തന്നെയാണെന്ന്.